ഇന്ത്യയുടെ ദേശീയ പതാക കൊണ്ട് വേറൊരു രാജ്യത്തിലെ ഉയരം കൂടിയ കൊടുമുടിയുടെ മുകളിൽ പ്രദർശിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം അത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അന്റാർട്ടിക്കയിൽ പോയപ്പം എനിക്ക് കയ്യിൽ ഫ്രോസ്റ്റ് ബൈറ്റ് ഉണ്ടായി. എൻ്റെ വിരലുകളൊക്കെ മുറിച്ച് കളയേണ്ട അവസ്ഥയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് രക്ഷപ്പെട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഷെയ്ഖ് ഹസൻ ഖാൻ, മൗണ്ടനറാണ്. പന്തളാണ് സ്വദേശം. സെക്രട്ടറിയേറ്റ് ധനകാര്യ വകുപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. 7 ഭൂഖണ്ഡങ്ങളിലെ ഉയരം കൂടിയ കൊടുമുടികൾ കയറുക എന്നുള്ള ആദ്യത്തെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് എവറസ്റ്റ് ഉൾപ്പെടെ 6 ഭൂഖണ്ഡങ്ങളിലെ ഉയരം കൂടിയ കൊടുമുടികൾ കയറി കഴിഞ്ഞു. ഇനി ഒരെണ്ണമാണ് ബാക്കിയുള്ളത്. ഓസ്ട്രേലിയയിലാണ് അതുള്ളത്. ഉടനെ അങ്ങോട്ട് പോകുന്നതായിരിക്കും. 2022 മൗണ്ട് എവറസ്റ്റ് കയറാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ 75ാമത് സ്വാതന്ത്ര്യ വാർഷികമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ നാഷണൽ ഫ്ലാഗ് എവറസ്റ്റിൻ്റെ മുകളിൽ എത്തിക്കുക എന്നുള്ളൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് അതിന് കയറിയത്. വളരെ ആകസ്മികമായിട്ടാണ് മൗണ്ടനറിങ് എന്നുള്ള ഫീൽഡിലേക്ക് വരുന്നത്. ചെറുപ്പത്തിലൊന്നും ഒരു മൗണ്ടനറിങ്ങിനോട് ഒരു താല്പര്യമില്ലായിരുന്നു. യാത്ര ഒരുപാട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ മൗണ്ടനറിങ് 28ാമത്തെ വയസ്സിലാണ് വന്ന് കയറിയത്. ഞാൻ ഡൽഹിയിൽ ഡെപ്യൂട്ടേഷന് പോയി അവിടെ ജോലി ചെയ്യുന്ന സമയത്താണ് മൗണ്ടനറിങ് ഫീൽഡിനെ കുറിച്ച് അറിയാൻ സാധിച്ചതും അതിൻ്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിക്കാൻ സാധിച്ചതും. അങ്ങനെ ഞാൻ നോർത്ത് ഇന്ത്യയിലുള്ള പ്രമുഖമായ 2-3 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയിട്ട് പഠിച്ചു. ബേസിക് മൗണ്ടനറിങ് കോഴ്സ്, അഡ്വാൻസ്ഡ് മൗണ്ടനറിങ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല കോഴ്സുകളുണ്ട്. അത് പഠിച്ച് അതിൽ നിന്ന് കിട്ടിയ ഊർജ്ജവും അതിൽ നിന്ന് ആ സമയത്ത് കിട്ടിയ കോൺടാക്ട്സും ഒക്കെ വെച്ചിട്ടാണ് പിന്നെ മൗണ്ടനറിങ്ങിലേക്ക് ഞാൻ എൻ്റെ യാത്ര ആരംഭിച്ചത്. ഒരു മൗണ്ടൻ കയറുമ്പോൾ നമുക്ക് വീണ്ടും അടുത്ത മൗണ്ടൻ കയറാൻ തോന്നും. അങ്ങനെ കയറിയാണ് ഇവിടെ വരെ എത്തിച്ചേർന്നത്. 2018 സമയത്താണ് ഞാൻ 2022 എവറസ്റ്റ് എക്സ്പെഡീഷൻ പ്ലാൻ ചെയ്യുന്നത്. ആ സമയത്ത് വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. 5 വർഷത്തെ കഠിന പ്രയത്നത്തിന് ശേഷമാണ് 2022 അതിൻ്റെ മുകളിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ മുകളിൽ എത്താൻ സാധിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് ഞാൻ ആകെ മൗണ്ട് കിളിമഞ്ചാരോയും പിന്നെ ഇന്ത്യയിലുള്ള 2-3 7,000 മീറ്റർ പീക്കുകളും ചെയ്തിട്ടുണ്ട്. അതല്ലാതെ വലിയ പീക്കുകളൊന്നും ഞാൻ അതിനുമുമ്പ് ചെയ്തിട്ടില്ലായിരുന്നു. ആദ്യത്തെ ഇൻ്റർനാഷണൽ എക്സ്പെഡീഷൻ മൗണ്ട് കിളിമഞ്ചാരോയിലേക്കായിരുന്നു. 2021 ഫെബ്രുവരി സമയത്താണ് കിളിമഞ്ചാരോയിൽ പോകുന്നത്. കോവിഡൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ കോവിഡിൻ്റെ അലയൊലികൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോകുന്നത്. അങ്ങനെ ടാൻസാനിയയിലാണ് കിളിമഞ്ചാരോ ഉള്ളത്. ആഫ്രിക്കയിലെ ടാൻസാനിയ എന്ന് പറഞ്ഞ രാജ്യത്താണ് കിളിമഞ്ചാരോ ഉള്ളത്. കിളിമഞ്ചാരോയുടെ പ്രത്യേകത ഏകദേശം 20,000 ഫീറ്റ് ആണെങ്കിലും നമ്മൾ 6 ദിവസം 7 ദിവസം കൊണ്ടാണ് അത് മുകളിൽ കയറി എത്തുന്നത്. വളരെ ഷോർട്ട് പീരീഡിൽ പോകുന്നതുകൊണ്ട് തന്നെ പലർക്കും അക്യൂട്ട് മൗണ്ടൻ സിക്നസ് പോലുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ പ്രോപ്പറായിട്ട് അക്ലമറ്റൈസ് ചെയ്തല്ല പോകുന്നത്. അപ്പോൾ എനിക്കും അങ്ങനെ ലാസ്റ്റ് ഡേ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ബാക്കി വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അങ്ങനെ കിളിമഞ്ചാരോ കയറാൻ സാധിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇന്ത്യയിലെ 7,000 മീറ്റർ പീക്കുകളായിട്ടുള്ള സതോപന്ത നുണ്ണൊക്കെ ഞാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എവറസ്റ്റ് പോലെ ഒരു 8,848 നിൽക്കുന്ന ഒരു ജൈജാൻറ്റിക് പീക്കിനെ അറ്റംപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 8,000 മീറ്റർ പീക്ക് കയറേണ്ടത് വളരെ ആവശ്യമായിരുന്നു. അതിന് സാധിച്ചില്ല. കാരണം പൈസ തന്നെയാണ് പ്രശ്നം. 8,000 മീറ്റർ പീക്ക് കയറണമെങ്കിൽ മിനിമം 20 ലക്ഷം രൂപയിലും വേണം, എവറസ്റ്റ് അല്ലാതെ ബാക്കി സാധനങ്ങൾ കയറണമെങ്കിൽ. അപ്പം അതില്ലാത്തത് കൊണ്ട് എവറസ്റ്റ് തന്നെ ഡയറക്റ്റ് അറ്റംപ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. 2021 കിളിമഞ്ചാറിൽ തുടങ്ങിയ ഇൻ്റർനാഷണൽ എക്സ്പെഡീഷനാണ്. അതിനുശേഷം 2022 എവറസ്റ്റ്, 2023 3 സാധനങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഒന്ന് നോർത്ത് അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ട് ദെനാലി, 2 യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള മൗണ്ട് എൽബ്രൂസ്, അതിനുശേഷം അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ട് വിൻസൺ. ഇത് 3 2023 ചെയ്തത്. 2024 അക്കൻകാഗ്വ, സൗത്ത് അമേരിക്ക ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അതിനുശേഷം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതം ഒഹോസ് ഡെൽ സലാഡോ. അതിനുശേഷം UAE ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ജബൽ ജെയ്സ്. ഇത്രയും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അടുത്തത് വലിയൊരു പ്ലാനുകളാണ്. കാരണം എല്ലാ രാജ്യങ്ങളുടെ ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുക എന്നുള്ള, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ എത്തുക എന്നുള്ളൊരു, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലെത്തി ഇന്ത്യയുടെ ദേശീയ പതാക പറപ്പിക്കുക എന്നുള്ളൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ അതിനുവേണ്ടി കഠിനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പോൺസർമാരെ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ പല ഇതായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. കാരണം ആദ്യം ഈ വർഷം യൂറോപ്പിലെ ഒരു 35 കൺട്രീസിലെ ഉയരം കൂടിയ കൊടുമുടികൾ കയറാനുള്ളൊരു പ്രൊജക്റ്റാണ്. അതിനുശേഷം നെക്സ്റ്റ് ഇയർ ആഫ്രിക്കയിലെ ഒരു 50 കൺട്രീസിലെ ഉയരം കൂടിയ കൊടുമുടികൾ കയറാനുള്ള ശ്രമമാണ്. അതിന് ഫിസിക്കലും മെൻ്റലും സ്ട്രെയിനോടൊപ്പം തന്നെ ഫിനാൻഷ്യലായിട്ടുള്ള സപ്പോർട്ട് കിട്ടിയേ പറ്റൂ. അപ്പോൾ അതിനുള്ള സ്പോൺസർമാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഫ്യൂച്ചർ പ്രൊജക്ട്സ്. ഇതുവരെയുള്ള യാത്രകളിൽ അപകടകരമായ സാഹചര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? അപകടകരമായ സാഹചര്യങ്ങളാണ് ഈ പർവ്വതങ്ങളിൽ മുഴുവനുള്ളത്. ഒറ്റ കാലെടുത്ത് നിൽക്കുന്നത് സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ താഴെ പോയി വീഴും. എല്ലാ പർവ്വതങ്ങളിലും അത് തന്നെയാണ്, ചെറുതായാലും വലുതായാലും.
പക്ഷേ ഏറ്റവും ഡേഞ്ചറായിട്ട് എനിക്കുണ്ടായത് ഒന്ന് എവറസ്റ്റ് വെച്ച് എനിക്ക് സെറിബ്രൽ എഡീമ, ന്യൂമോണിയ പോലത്തെ സെറിബ്രൽ എഡീമ ഉണ്ടായിട്ട് എനിക്ക് തിരിച്ചിറങ്ങേണ്ട വന്നു. 2 പോകുന്ന വഴിക്ക് മോളിൽ വെച്ചിട്ട് 8400 മീറ്റർ വെച്ച് എനിക്ക് ഓക്സിജൻ സിലിണ്ടർ കാലിയായിട്ട് മരണത്തോട് മല്ലിട്ടൊരു 15 മിനിറ്റ്സ് ഞാൻ നിന്നു. അതിനുശേഷം വീണ്ടും എവറസ്റ്റിൻ്റെ മുകളിൽ 8800 തൊട്ട് താഴെ വെച്ചിട്ട് ലൈം സ്റ്റോൺ റോക്കിൽ വീണ് ഡെഡ് ബോഡിയുടെ കൂടെയൊക്കെ വീണ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ അത് 3 എവറസ്റ്റിലുള്ള എനിക്കുള്ള ഡേഞ്ചറസ് അനുഭവങ്ങളാണ്. 4 എവറസ്റ്റിൽ തന്നെ തിരിച്ച് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ക്യാമ്പ് 4 രാത്രി ഭക്ഷണവും വെള്ളമൊന്നും ഇല്ലാതെ ഒരു 36 മണിക്കൂർ താമസിക്കേണ്ട വന്നു. അതും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള അനുഭവമായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ മൗണ്ട് ദനാലിയിൽ ഒരുപാട് ക്രിവാസസ് ഉണ്ട്. അവിടെ 1-2 ക്രിവാസിൽ 2-3 പ്രാവശ്യം ഞാൻ വീണു. എന്നിട്ടാണ് മുകളിലെത്താൻ സാധിച്ചത്. അത് ഭയങ്കര ഡേഞ്ചറായിരുന്നു നോർത്ത് അമേരിക്കയിൽ. അതിനുശേഷം ഇപ്പം അന്റാർട്ടിക്കയിൽ പോയപ്പം എനിക്ക് കയ്യിൽ ഫ്രോസ്റ്റ് ബൈറ്റ് ഉണ്ടായി. എൻ്റെ വിരലുകളൊക്കെ മുറിച്ച് കളയേണ്ട അവസ്ഥയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് രക്ഷപ്പെട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. ഇനിയും കാത്തിരിക്കുന്നത് ഇത് തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷേ പ്രിപ്പറേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. എവറസ്റ്റ് യാത്ര ആരംഭിക്കുന്നതിന് മുമ്പേ അതിനുവേണ്ടി നടത്തിയ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ഒന്ന് പ്രേക്ഷകരോട് വിശദീകരിക്കാമോ? എവറസ്റ്റിലേക്ക് പോകുന്നതിന് 2018 ഞാൻ അതിന് പ്ലാൻ ഉണ്ടാക്കുന്നത്. ഇന്ത്യയുടെ 75ാം സ്വാതന്ത്ര്യ വാർഷികമായിട്ട് ബന്ധപ്പെട്ട് 2022 അതിൻ്റെ മുകളിൽ എത്തണം എന്നുള്ള പ്രൊജക്റ്റിൽ. പക്ഷേ എനിക്ക് പ്രിഡിസൈസേഴ്സ് ആരും ഇല്ലായിരുന്നു. മീൻസ് എനിക്കിത് ആരോട് ചോദിക്കണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ പല ഡീറ്റെയിൽസാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അത് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഹെൽത്ത് ഉണ്ട്, പിന്നെ ന്യൂട്രീഷൻ നോക്കണം, പിന്നെ യാത്രയുടെ ഐറ്റിനറി കൃത്യമായിരിക്കണം, വെതർ, ക്ലൈമറ്റ് ഇതെല്ലാം നോക്കണം. പക്ഷേ നമുക്ക് ചോദിക്കാനൊരു മലയാളിയോ അല്ലെങ്കിൽ ഒരാളും ഇല്ല. പിന്നെ ഞാൻ തന്നെയാണ് എല്ലാം പ്ലാൻ ചെയ്തത്. പല സൈറ്റിൽ നിന്നൊക്കെ കണ്ടുപിടിച്ച് പല ആൾക്കാരെ നേരിട്ട് കണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. അങ്ങനെ ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിലുള്ള നമ്മുടെ സ്ട്രെങ്തനിങ് ട്രെയിനിങ് ആണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. മസിൽ സ്ട്രെങ്തനിങ് ട്രെയിനിങ്ങും പിന്നെ ഷോൾഡർ സ്ട്രെങ്തനിങ് ട്രെയിനിങ് ചെയ്യുമായിരുന്നു. വലിയ വെയിറ്റ് എടുത്തുള്ള ട്രെയിനിങ്ങുകളൊന്നും ഞാൻ ചെയ്യാറില്ലായിരുന്നു. കാരണം 10-25 കിലോ തൂക്കണമെങ്കിലുള്ള ഒരു ആരോഗ്യവും ശരീരം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ കാലിനുള്ള ആരോഗ്യം ഇത് രണ്ടും നോക്കിയുള്ളൂ. പിന്നെ അങ്ങനെ എനിക്ക് പ്രത്യേകം ഡോക്ടറോ അങ്ങനെ ന്യൂട്രീഷൻ പറഞ്ഞു തരാൻ ആൾക്കാരൊന്നുമില്ല. എല്ലാം നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് അതെല്ലാം ചെയ്തത്. പിന്നെയുള്ള ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ട്രക്കിങ് പോകുമായിരുന്നു. കേരളത്തിൽ തന്നെയുള്ള അത്യാവശ്യം ട്രക്കിങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രക്കിങ്ങിന് പോകുമ്പോൾ അത്യാവശ്യം ഹെവി വെയിറ്റ് കൊണ്ടുപോകുമായിരുന്നു. കാരണം 10-20 കിലോ കൊണ്ടുപോയിട്ടായിരുന്നു കേരളത്തിലെ ട്രക്കിങ്ങുകൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഞാൻ എവറസ്റ്റിൽ പോകുന്നതിന് മുമ്പ് ട്രെയിനിങ് ആയിട്ട് ചെയ്തത്. കാരണം ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് സെൻറ്റർ കേരളത്തിലുണ്ട്, പക്ഷേ അത് വർക്കിംഗ് അല്ല. അതായിരുന്നെങ്കിൽ ഒരു 5000 അല്ലെങ്കിൽ 6000 മീറ്റർ ഹൈറ്റ് സിമുലേറ്റ് ചെയ്ത് കിട്ടിയാനെ. അത് വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായി. മാത്രമല്ല നോർത്ത് ഇന്ത്യയിൽ പോയി ട്രെയിനിങ് ചെയ്യാനുള്ള ടൈമും ഇല്ലായിരുന്നു. വലിയ എക്സ്പെൻസീവ് ആവും. അതുകൊണ്ട് ഞാൻ വേറെ ട്രെയിനിങ്ങുകളൊന്നും ചെയ്തില്ല. ഡയറക്റ്റ് എവറസ്റ്റിലേക്ക് പിന്നെ പോവുകയാണ് ചെയ്തത്. ഓരോ കൊടുമുടികളും കയറുമ്പോൾ ഓരോ രാജ്യത്തെയും പ്രത്യേകതകളുണ്ടായി. അപ്പോൾ ആ കൊടുമുടികൾ കയറുമ്പോൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള പ്രതിസന്ധികളെ എന്തൊക്കെയായിരുന്നു? ഇപ്പോൾ എല്ലാവരും ചോദിക്കും മലകൾ കയറുന്ന എല്ലാം ഒരേപോലെയല്ല, അല്ലെ എവറസ്റ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ അത്ര വലിയ മലയില്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല, ഓരോ മലയ്ക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. നമ്മുടെ ഇവിടുത്തെ അഗസ്ത്യാർകൂടമാണെങ്കിൽ പോലും അതിൻ്റേതായ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ടാകും. കാരണം കാലാവസ്ഥയും പ്രകൃതിയും ഒക്കെ വ്യത്യാസമാണ്, മണ്ണ് വ്യത്യാസമാണ്, കാറ്റ് വ്യത്യാസമാണ്. അപ്പം ഓരോ യാത്രയ്ക്കും ഓരോ തരം പ്രിപ്പറേഷനാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ അന്റാർട്ടിക്കയിൽ പോയപ്പോഴാണെങ്കിൽ കൊടും തണുപ്പാണ്. അപ്പോൾ ആ രീതിയിലുള്ള പ്രിപ്പറേഷനാണ്. അറ്റക്കമ ഡെസേർട്ടിൽ ചൂടും തണുപ്പും ഒക്കെ മിക്സ് ചെയ്തുള്ളൊരു കാലാവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ ആ രീതിയിലുള്ള പ്രിപ്പറേഷനായിരിക്കും. ഇപ്പോൾ അക്കൻകാഗുവിൽ പോയപ്പോഴാണെങ്കിൽ അവിടെ ഭയങ്കര കൊടുങ്കാറ്റുള്ളൊരു പർവ്വതമാണ്. അപ്പം കാറ്റിനെ പ്രതിരോധിക്കാൻ തക്ക രീതിയിലുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും നടത്തുന്നത്. അപ്പം എവറി മൗണ്ടൻ ഈസ് ഡിഫറെൻറ്റ്. ആ രീതിയിൽ പ്രിപ്പറേഷനും അപ്പോൾ ആ രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ട് വരും. ഈ പ്രവർത്തികളൊക്കെ ഏർപ്പെടുമ്പോഴും ഇതിനൊക്കെ കുടുംബത്തിൻ്റെ ഒരു പിന്തുണ എങ്ങനെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? കുടുംബത്തിൻ്റെ നല്ല സപ്പോർട്ടാണുള്ളത്. അച്ഛനും അമ്മയും നല്ല സപ്പോർട്ടാണ്. വൈഫിന് അല്പം പേടിയാണ് മൗണ്ടനറിങ് എന്നൊക്കെ പറയുന്നത്. മൗണ്ടൻസൊക്കെ ഇഷ്ടമാണ്, പക്ഷേ പേടിയാണ്. അപ്പം അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. പിന്നെ ഒരു മോളാണുള്ളത്. പുള്ളിക്കാരിക്ക് മൗണ്ടനറിങ് ഒക്കെ താല്പര്യമാണ്. മലകളൊക്കെ കൊച്ചു പിള്ളേർ, ഏത് പിള്ളേരും ചാടിക്കയറുന്ന പോലെ മലയൊക്കെ ചാടിക്കയറിക്കോളും. അത്യാവശ്യം സപ്പോർട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത്രയേറെ കഷ്ടപ്പെട്ട് ലോകത്തെ വിവിധ കൊടുമുടികൾ കീഴടക്കി അതിൻ്റെ ഉന്നതങ്ങളിൽ ചെന്ന് ഇന്ത്യയുടെ ദേശീയ പതാക അവിടെ പാറിക്കുമ്പോൾ കിട്ടുന്ന മാനസികമായ ഒരു അവസ്ഥയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
കൊടുമുടികൾ കീഴടക്കുക എന്ന് ഞാൻ പറയത്തില്ല. നമുക്ക് കൊടുമുടികൾ കീഴടക്കാൻ സാധിക്കത്തില്ല. നമ്മൾ കൊടുമുടികളെ മുകളിലെത്തുകയാണ് ചെയ്യുന്നത്. അത് ഈ പറയുന്ന പോലെ പർവ്വതങ്ങൾ നമ്മൾ അനുവദിച്ചാൽ മാത്രമേ മുകളിലെത്തത്തുള്ളൂ. പക്ഷേ മുകളിലെത്തുമ്പോൾ ഒരു പ്രത്യേക ആനന്ദമാണ്. കാരണം നമ്മളൊരു ഗോൾ അക്കംപ്ലിഷ് ചെയ്ത ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇന്ത്യയുടെ ദേശീയ പതാക അതിൻ്റെ മുകളിൽ നമ്മൾ ഉയർത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു സന്തോഷവും അത് മറ്റുള്ളവർ നമുക്ക് തരുന്ന ബഹുമാനമൊക്കെ കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. അപ്പോൾ അതുതന്നെയാണ് ബേസിക്കലി എന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പതാക വേറൊരു രാജ്യത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ മുകളിൽ ഉയർത്തുമ്പം നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് കിട്ടുന്നൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എനിക്ക് ശരിക്കും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. നടത്തിക്കൊണ്ടിരിക്കുന്ന പർവ്വതാരോഹണത്തിന് വേണ്ടിവരുന്ന സാമ്പത്തിക വഴികളെ ഈ ജീവിത സാഹചര്യത്തിൽ എങ്ങനെയാണ് കണ്ടെത്തുവാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആദ്യം കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചാണ് പൊയ്ക്കൊണ്ടിരുന്നത്. കാരണം ഒറ്റയടിക്ക് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ഒന്നും എടുക്കാൻ നമ്മുടെ കാണത്തില്ല. കടം മേടി തിരിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ എവറസ്റ്റ് എക്സ്പെഡീഷൻ ഏകദേശം 35 തൊട്ട് 40 ലക്ഷം രൂപ വരെയാണ് ചിലവ്. അപ്പോൾ അത് കൂടുതലും ലോണൊക്കെ എടുത്തിട്ടാണ് പോയത്. കാരണം ഒരുപാട് സ്പോൺസർഷിപ്പ് അന്വേഷിച്ചിട്ടും ആ സമയത്തൊന്നും കിട്ടിയില്ല. വളരെ ബുദ്ധിമുട്ടി. ആ പൈസ ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം എനിക്ക് സ്പോൺസർമാരെ കിട്ടാൻ തുടങ്ങി. എൻ്റെ ഒരു എക്സ്പെഡീഷൻ എൻ്റെ കോളേജാണ്, ഞാൻ പഠിച്ച മുസ്ലിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പത്തനംതിട്ടയിലെ കോളേജാണ് സ്പോൺസർ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഒരു എക്സ്പെഡീഷൻ എൻ്റെ ഒരു അമേരിക്കയിലെ സുഹൃത്ത് സ്പോൺസർ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ അവസാനം 3 എക്സ്പെഡീഷൻ ചെയ്തത് അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ് സ്പോൺസർ ചെയ്തത്. അപ്പോൾ എവറസ്റ്റിന് ഞാൻ 10-40 ലക്ഷം രൂപ കടമെടുത്തെങ്കിലും പിന്നെ എനിക്ക് സ്പോൺസർമാരെ കിട്ടാൻ തുടങ്ങി. ഇപ്പോൾ അടുത്ത എക്സ്പെഡീഷന് വേണ്ടി വീണ്ടും സ്പോൺസർമാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മൗണ്ടനറിങ് പോലെ ഒരു ഫീൽഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫീൽഡാണ്. നമുക്കതിനകത്ത് പൈസ ഒന്നും ചുരുക്കാൻ പറ്റത്തില്ല. സോ ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ നല്ല സ്പോൺസർമാരെ തന്നെ നമുക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലോകത്തെ വിവിധ കൊടുമുടികൾ താണ്ടി അതിൻ്റെ മുകളിലെത്തി ദേശീയ പതാക, ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തി പാറിപ്പിക്കുമ്പോഴും അങ്ങ് അതിൽ കാണുന്ന സന്തോഷമല്ല. അതൊരു ആത്മനിർവൃതിയാണ്. നമുക്ക് സന്തോഷം എന്നല്ല പറയുക. മേളിലെത്തുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷനാണ്. നമ്മളൊരു ഗോൾ അക്കംപ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സമാധാനമാണ്. മാത്രമല്ല ഇന്ത്യയുടെ ദേശീയ പതാക കൊണ്ട് വേറൊരു രാജ്യത്തിലെ ഉയരം കൂടിയ കൊടുമുടിയുടെ മുകളിൽ പ്രദർശിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം അത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ ഒരു പോയിന്റിൽ എന്താ മനസ്സിൽ തോന്നുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. വലിയ അഭിമാനം തോന്നാറുണ്ട്. കാരണം വേറെ ആൾക്കാരൊക്കെ കാണും നമ്മുടെ കൂടെ. അപ്പോൾ അവരൊക്കെ നമ്മുടെ ത്രിവർണ്ണ പതാക കാണുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. വെരി വൈബ്രൻറ്റ് ഫ്ലാഗാണ് നമ്മളുടെ. നമുക്ക് ആ ഒരു ഫ്ലാഗിൻ്റെ ഒരു സന്തോഷം, പിന്നെ രാജ്യത്തിനോടുള്ള കാണിക്കുന്ന ഒരു നമുക്ക് ഒരു റെസ്പെക്റ്റ് നമുക്ക് കാണിക്കാൻ സാധിക്കുന്നതൊക്കെയാണ് ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്ന പോലെ എനിക്ക് എന്താണെന്ന് പറഞ്ഞുതരാൻ അറിയത്തില്ല. ഇതൊക്കെയാണ് എനിക്ക് കിട്ടുന്ന സാധനങ്ങൾ. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമമായ പന്തളത്തെ, ചെറിയ ഗ്രാമമെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു പ്രദേശമായ പന്തളത്തെ ജനിച്ച് വളർന്ന് വിദ്യാഭ്യാസം ചെയ്ത് ഈ ലോകത്തെ മുഴുവൻ ഒരു പ്രത്യേക മേഖലയിലുള്ള ഈ കൊടുമുടികൾ താണ്ടുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്കെത്തി ആ ലക്ഷ്യം കൈവരിച്ചുകൊണ്ട് പോകുമ്പോഴും ഈ സമൂഹത്തിലെ യുവജനങ്ങളോടെ നൽകുവാനുള്ള സന്ദേശം എന്താ? ഞാനൊരു മൗണ്ടനർ ആയത് വളരെ ആകസ്മികമായിട്ടാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ലൈഫിൽ 10-28 വയസ്സായിട്ടാണ് ഞാൻ മൗണ്ടനർ ആവുന്നത്. അപ്പോൾ അതിനുശേഷം എൻ്റെ 5 വർഷത്തെ പ്രയത്നം കൊണ്ട് ഞാൻ എവറസ്റ്റിൻ്റെ മുകളിലെത്തി. അപ്പോൾ ഞാൻ യുവജനങ്ങളോട് എപ്പോഴും അവരോട് സംസാരിക്കുമ്പം അല്ലെങ്കിൽ മിങ്കിൾ ചെയ്യുമ്പോൾ പറയാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തും ആവാൻ സാധിക്കും. നിങ്ങൾ അതിനുവേണ്ടി എഫേർട്ട് എടുത്താൽ മാത്രം മതി. മാത്രമല്ല നിങ്ങൾ ലൈഫിൽ ആ ഒരു ഗോള് കണ്ടുപിടിക്കുക. എൻ്റെ ഗോള് അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യം എവറസ്റ്റ് ആയതുകൊണ്ടാണ് എനിക്ക് 5 വർഷം കൊണ്ട് വർക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ എത്താൻ സാധിച്ചത്. അപ്പോൾ നിങ്ങൾക്കും എത്താൻ സാധിക്കും, ആർക്കും എത്താൻ സാധിക്കും. ലൈഫിൽ എവിടെ എത്താൻ സാധിക്കും. എവിടെ കിടക്കുന്നു, നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനുള്ള എഫേർട്ട് എടുത്താൽ മതി. അത് ഞാൻ എൻ്റെ ലൈഫിൽ തെളിയിച്ചതാണ്. കാരണം ഞാൻ ബോൺ മൗണ്ടനർ ഒന്നും അല്ല. എൻ്റെ ഫാമിലിയിൽ മൗണ്ടനേഴ്സ് ഒന്നുമില്ല. മൗണ്ടൻസ് കേരളത്തിലില്ല. വലിയ മൗണ്ടൻസ് 5000 എബോ ഒന്നുമില്ല. സോ അതെനിക്ക് സാധിച്ചെങ്കിൽ ഇത് ആർക്കും സാധിക്കും. ലൈഫിൽ ഏത് ലക്ഷ്യവും നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ആദ്യം ലൈഫിൽ ലക്ഷ്യം ഉണ്ടാകുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് വന്നപ്പോഴാണ് എൻ്റെ ലൈഫ് തന്നെ ചേഞ്ച് ആയത്. എനിക്കിതിനകത്ത് മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു അക്കോംപ്ലിഷ്മെൻറ്റ് ചെയ്യുമ്പോൾ, ഒരു മൗണ്ടൻ കയറി അതിൻ്റെ മുകളിലെത്തി താഴെ എത്തുമ്പോൾ കിട്ടുന്ന ഒരു മാനസികമായ സന്തോഷം, പിന്നെ നമുക്ക് കിട്ടുന്ന റെസ്പെക്റ്റ്. നമ്മൾ ഫിസിക്കലായിട്ടാണ് എഫേർട്ട് എടുക്കുന്നെങ്കിലും മെൻ്റലായിട്ട് നമുക്ക് ഒരുപാട് പ്രിപ്പറേഷൻ്റെ ആവശ്യമുണ്ട്. അത് നമ്മുടെ ലൈഫിൽ പിൽക്കാല ലൈഫിൽ വരുത്തുന്ന ചേഞ്ചസ് ഇതൊക്കെ വളരെ വലുതാണ്. അപ്പോൾ നമുക്കത് ഇതുപോലെ എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. സോ യുവാക്കളോട് പറയാറുള്ളത് എപ്പോഴും എഫേർട്ട് എടുക്കുക, ലക്ഷ്യം കണ്ടുപിടിക്കുക, അതിലേക്ക് യാത്ര ചെയ്യുക. നിങ്ങളുടെ പ്രായമോ നിങ്ങളുടെ വയസ്സോ നിങ്ങളുടെ ആരോഗ്യമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇഫ് യു ബിലീവ്.